ഹായ്, ഗുഡ് മോർണിംഗ്. കെ ആണ്. കുറച്ചധികം കുട്ടികൾ ഗ്രാമർ ലെസൺസൊക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് ക്ലോസ് ആണ്. ഈ PPT വെച്ച് ഇഫ് ക്ലോസ് മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ 10th കുട്ടികൾക്ക്. എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഇത് കാണുക, ഒപ്പം നോട്ട്സ് ഇതേപോലെ തന്നെ എഴുതിയെടുക്കുക. 9th പുതിയ കുട്ടികളും ഇത് എഴുതിയെടുക്കുക. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക്, ഇംഗ്ലീഷ് നോട്ട്ബുക്കും പേനയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം കേൾക്കുക. ഓക്കെ, ഹെഡിങ് എഴുതാം. ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്താണ്? കണ്ടീഷൻസ്. ഞാൻ കുറച്ച് മലയാളം കൂടിയൊക്കെ ചെയ്തിട്ടാണ് പറയുന്നത് കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടിയൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം എന്താ പറയുക, കണ്ടീഷൻസ് പറയില്ലേ. നീ ഇപ്പം മാളയ്ക്ക് പോവുകയാണെങ്കിൽ നീ മാളയ്ക്ക് പോകണ്ട, പോകണ്ടെങ്കിൽ നീ ഇന്നത് വാങ്ങിക്കി, അങ്ങനെയൊക്കെ പറയുന്ന അതൊരു കണ്ടീഷനാണ്. നീ പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിനക്ക് ഞാൻ എന്നത് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അപ്പോൾ അതാണ് ഇഫ് ക്ലോസ്. അത് കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ കണ്ടീഷണൽ ക്ലോസസും കൂടി പറയാറുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇഫ് ക്ലോസ്. ഹെഡിങ് എഴുതുന്നതായിരിക്കുന്നു ഇഫ് ക്ലോസ്. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക. There are 4 types of conditional sentence. It is sometimes called the if clause. It is formed by 2 clauses. ഈ ക്ലോസ് എന്താണെന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? A part of a sentence. അപ്പോൾ there are 2 parts. ഒരു ഇഫ് ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ 2 parts, 2 clauses ഉണ്ടാവും, അല്ലെങ്കിൽ 2 parts ഉണ്ടാവും. ഓക്കെ, the former clause expresses a condition while the later indicates a results. എന്നുവെച്ചാൽ ഒരു പാർട്ട് കണ്ടീഷനെ കുറിച്ച് പറയാനായിരിക്കും, മറ്റേത് റിസൾട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നീ മാളയ്ക്ക് പോവുകയാണെങ്കിൽ അത് കണ്ടീഷനാണ്. റിസൾട്ട് എന്താണ്? എനിക്കൊരു ബാഗ് വാങ്ങിച്ചിട്ട് വരൂ, അതെൻ്റെ റിസൾട്ടാണ്. ഇത് വേണമെങ്കിൽ വൈസ് വേഴ്സ ആകാം, തിരിച്ചാകാം. എനിക്കൊരു ബാഗ് നീ വാങ്ങിച്ചിട്ട് പോകാൻ മാളയ്ക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെ പറയുന്നൊരു. ഓക്കെ, ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് ടൈപ്പ് 0. ഓക്കെ, ടൈപ്പ് 0, വി യൂസ് ദിസ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ടു എക്സ്പ്രസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ടൈപ്പ് 0 എന്തിനാണ്? യൂണിവേഴ്സൽ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാനാണ്. എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ പറയുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. വെള്ളം 100 ഡിഗ്രി തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാവും, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചാൽ ചൂടാവും. ഒക്കെ ഈ ട്രൂത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള കേസിൽ ടൈപ്പ് 0ൽ the present simple tense is used in both the main clause and the subordinate clause. നേരത്തെ പറഞ്ഞു 2 ക്ലോസ് ഉണ്ട്. ഒന്ന് ഇഫ് ക്ലോസ്, അതിൻ്റെ റിസൾട്ട്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ ഈ 2 ക്ലോസിലും ഈ പാർട്ട് ഓഫ് സെൻറ്റൻസിൽ എന്തായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുകയാണെങ്കിൽ, അത് തിളപ്പിക്കുകയാണെങ്കിൽ അത് എന്താ ചൂടാവും. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്, നമുക്ക് നോക്കാം. ഇഫ് ക്ലോസ് ഏതാണ്? ഇഫ് ഉള്ള പാർട്ട് ഓഫ് സെൻറ്റൻസ് ഏതാണോ അതാണ് ഇഫ് ക്ലോസ്, മറ്റേത് അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിൽ ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് എന്ത്? ഇഫ് ക്ലോസ്. അതിൻ്റെ മെയിൻ ക്ലോസ് ഇറ്റ് ബോയിൽസ്. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഇഫ് ക്ലോസും ഇറ്റ് ബോയിൽസ് എന്നുള്ളത് മെയിൻ ക്ലോസുമാണ്. ഓക്കെ, ഇനി ഇതിൽ നോക്കുക. ഹീറ്റ് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ബോയിൽസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ടൈപ്പ് 0 ഈ വരുന്ന കണ്ടീഷനിൽ 2 ക്ലോസിലും ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും എന്തായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും വെർബ് ഉണ്ടാവുക. ഇവിടെ ഹീറ്റ്, ബോയിൽസ്. അപ്പോൾ ടൈപ്പ് 0 നിൽക്കട്ടെ. നമുക്ക് അതിൻ്റെ എക്സസൈസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാം. ആദ്യത്തോടെ വന്നു, ഞാൻ കണ്ടു. ഓക്കെ, ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ആദ്യത്തേത് ഇഫ് ഇറ്റ് റെയിൻ ആണ് തന്നിട്ടുള്ളത്.
റെയിൻസ് ആണ് ആൻസർ. ഇഫ് ഇറ്റ് റെയിൻസ് ഹെവിലി എ ഹൗസ് ഡാഷ്. എന്തായിരിക്കും എൻ്റെ ആൻസർ ഉണ്ടാവുക? പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ആലോചിച്ച് എഴുതുക. ലീക്കാണ് തന്നിട്ടുള്ളത്. ആൻസർ ലീക്സ്. നമുക്കറിയാം മഴ പെയ്യുകയാണെങ്കിൽ പഴയ വീടൊക്കെ ആണെങ്കിൽ ചോരും. അടുത്ത സെൻറ്റൻസ് വായിച്ചു വെക്കാം. എഴുതുക. ഇഫ് വി ഡാഷ്, പുട്ടാണ് ബ്രാക്കറ്റിൽ, ഐസ് ഇൻ ദ സൺ ഇറ്റ് ഡാഷ് മെൽറ്റ് ക്വിക്ക്ലി. പുട്ടും മെൽറ്റുമാണ് തന്നിട്ടുള്ള വെർബ്. ഈ കണ്ടീഷനിൽ ആൻസർ എന്തായിരിക്കും? ആദ്യത്തെ നോക്കാം. ഇഫ് വി പുട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വേണ്ടത്. വി ആണ് സബ്ജക്റ്റ്. രണ്ടാമത്തെ ആൻസർ നോക്കാം. മെൽസ് ആണ് ആൻസർ വന്നത്, കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വേണ്ടത്. പിന്നെ എന്താ മെൽസ് എന്ന് വന്നത്? സബ്ജക്റ്റ് ഏതാ? ഇറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് മെൽസ് വന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹീ ഷീ ഇറ്റ് ഒക്കെ വരുമ്പോൾ എസ് അല്ലെങ്കിൽ ഇ എസ് വെർബിനോട് ചേർക്കണമെന്ന്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇഫ് വി ഡാഷ്, ബ്രാക്കറ്റിൽ ഫീലാണ്, വെൽ വി ഡാഷ് സി ആണ് എ ഡോക്ടർ. ക്വസ്റ്റൻ ഒന്നുകൂടി വായിച്ചു നോക്കുക, അർത്ഥം മനസ്സിലാക്കുക. ചില നമുക്ക് മനസ്സിലായി എന്താണ് നമ്മളെപ്പോഴാണ് ഡോക്ടറെ കാണുന്നത്? നമുക്ക് വയ്യാത്തപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നതാണ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? ഫീലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫീലിന് എഴുതാം, കാരണം വി ആണ് സബ്ജക്റ്റ്. ഇഫ് യു ഫീൽ വെൽ, നമ്മൾ സുഖമായിരിക്കുമ്പോൾ ഡോക്ടറെ കാണാൻ പോകും? ഇല്ല, സുഖം ഇല്ലാത്തപ്പോഴാണ്, അസുഖമായിരിക്കുമ്പോഴാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ഇഫ് വി ഡു നോട്ട് ഫീൽ വെൽ വി ആൻസർ സീ എ ഡോക്ടർ. എന്തുകൊണ്ടാണ് സി വന്നത്? വി ആണ് സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. ഇഫ് എ ഡോഗ് ഡാഷ് സീ എ സ്ട്രേഞ്ചർ ഇറ്റ് ഡാഷ് ബാർക്കാണ് തന്നിട്ടുള്ളത്. ആൻസർ ആലോചിച്ച് എഴുതുക. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ എഴുതിയിട്ട് തിരിച്ചു വന്നാലും മതി. ഇഫ് എ ഡോഗ് ഡാഷ്, ആൻസർ സീസ് എന്നാണ്. എന്തുകൊണ്ടാണ് സീസ് എന്ന് വന്നത്? എ ഡോഗ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സ്ട്രേഞ്ചർ ഇറ്റ് ആൻസർ ബാഗ്സ്. എന്തുകൊണ്ടാണ് ബാഗ്സ് എന്ന് വന്നത്? ഇറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ടൈപ്പ് 1-ൽ this type of condition is used for present or future activities which are likely to happen. എന്ന് വെച്ചാൽ ഭാവിയിൽ നടക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ടൈപ്പ് 1. ഓക്കെ, വി യൂസ് ദ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഇൻ ദ ഇഫ് ക്ലോസ് ആൻഡ് ദ ഷാൾ or will or can or may plus infinite construction in the main clause. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ ടൈപ്പ് 0 പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇവിടെ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തൊക്കെ വേണം? ഒന്നുകിൽ ഷാൾ പ്ലസ് ഇൻഫിനിറ്റ്, അല്ലെങ്കിൽ വിൽ പ്ലസ് ഇൻഫിനിറ്റ്, അല്ലെങ്കിൽ ക്യാൻ പ്ലസ് ഇൻഫിനിറ്റ്, അല്ലെങ്കിൽ മേ പ്ലസ് ഇൻഫിനിറ്റ്. അപ്പം എന്താ ഇൻഫിനിറ്റ്? നമ്മൾ വെർബിൻ്റെ ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. നോക്കി, ഇഫ് ക്ലോസ് ഏതാണ്? ഇഫ് യു വർക്ക് ഹാർഡ്. മെയിൻ ക്ലോസോ? യു വിൽ സക്സീഡ്. അതിൽ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ്, വർക്ക് പ്രസൻറ്റ് ടെൻസിലാണ്. ഓക്കെ, മെയിൻ ക്ലോസിൽ യു വിൽ സക്സീഡ് എന്നുള്ളത് ഫ്യൂച്ചറിലാണ്. അതായത് വിൽ സക്സീഡ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനൊപ്പം തന്നെ ആ സക്സീഡാണ് എന്ത്? ഈ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം, ഇതുകൂടി നിങ്ങൾ എഴുതി വയ്ക്കണം. എന്നിട്ട് അവസാനം നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാനുള്ളതാണ്. ഇത് തന്നെ, ഇഫ് യു സ്റ്റഡി വെൽ
you will pass the exam. If you study well എന്നുള്ളത് if clause ആണ്, അത് present tenseലാണ്. You will pass the exam എന്നുള്ളത് will plus infinite construction, future ആണ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സസൈസസ് ആദ്യത്തത് ഞാൻ കുറച്ച് സമയം എടുത്താണ് പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് പോസ് ചെയ്തിട്ട് വെച്ചിട്ട് ആൻസർ എഴുതിയെടുക്കുക. ഇഫ് യു ഡാഷ് വർക്ക് ഹാർഡ് യു ഡാഷ് ഫെയിൽ. സെൻറ്റൻസ് ആലോചിച്ച് അർത്ഥം മനസ്സിലാക്കി എഴുതുക. ഇഫ് യു ഡാഷ് വർക്ക് ഹാർഡ് യു ഡാഷ് ഫെയിൽ. ആൻസർ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ എഴുതുക. ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് എന്ത് പറ്റും? യു വിൽ ഫെയിൽ. മനസ്സിലായല്ലോ? ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണ്, മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലെങ്കിൽ വിൽ പ്ലസ് ഷാൾ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ഇൻഫിനിറ്റ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇഫ് ഇറ്റ് ഡാഷ് റെയിൻ ഐ ഡാഷ് കം ആൻഡ് മീറ്റ് യു ഇൻ ദ കാർ. സെൻറ്റൻസ് വായിച്ചു നോക്കി അർത്ഥം മനസ്സിലാക്കി എഴുതുക. ഇഫ് ഇറ്റ് ഡാഷ് റെയിൻ എങ്ങനെയാണ്? ഇഫ് ക്ലോസ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം. ഇഫ് ഇറ്റ് റെയിൻസ് എന്ത് പറ്റും? ഐ വിൽ കം ആൻഡ് മീറ്റ് യു ഇൻ ദ കാർ. എന്നുവെച്ചാൽ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ കാറിൽ വന്ന് കണ്ടോളാം. ഓക്കെ, ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഉണ്ട്. ഇനി പോടാ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ ഐ ഡാഷ് സ്റ്റേ അറ്റ് ഹോം. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണ്, നമുക്കിവിടെ വേണ്ടത് മെയിൻ ക്ലോസിൽ സ്റ്റേ ആണ് തന്നിട്ടുള്ളത്. ആൻസർ വിൽ സ്റ്റേ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഈ എക്സാമ്പിൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി ടൈപ്പ് the condition is used for present or future activities which are unlikely or impossible to happen. ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് ടൈപ്പ് 1 പറഞ്ഞത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെക്കുറിച്ച്, ഇവിടെയോ നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്. ഓക്കെ, ടൈപ്പ് 2 we use the past simple tense in the if clause and should or would, could, might ഇതൊക്കെ ഉപയോഗിക്കാം. പ്ലസ് ഇൻഫിനിറ്റ് കൺസ്ട്രക്ഷൻ ഇൻ ദ മെയിൻ ക്ലോസ്. വ്യത്യാസം ഒന്ന് ആലോചിക്കണേ. ആദ്യത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇഫ് ക്ലോസിൽ, മെയിൻ ക്ലോസിൽ ഫ്യൂച്ചർ, വില്ല് ഷാള് പ്ലസ് ഇൻഫിനിറ്റ്. ഇവിടെയോ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ്. ഓക്കെ, മെയിൻ ക്ലോസിൽ ഷുഡ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റ്. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ആസ്ഡ് മീ ഐ വുഡ് ഹെൽപ്പ് യു. നീ എന്നോട് ചോദിച്ചത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നോ എന്ന് പറയില്ലേ? നീ എന്നോട് ചോദിച്ചില്ല, ഞാൻ നിന്നെ അവിടെ ഹെൽപ്പ് ചെയ്തുമില്ല. ഓക്കെ, നീ എന്നോട് കാശ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. നീ ചോദിച്ചില്ല, ഞാൻ തന്നുമില്ല. ആ ഒരു മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇഫ് യു ആസ്ഡ് മീ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, ആസ്ഡ് ആണ്. ഇനി വുഡ് പ്ലസ് ഇൻഫിനിറ്റ് ആണ് എവിടെ? മെയിൻ ക്ലോസിൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക. ഇഫ് യു സ്റ്റഡി വെൽ ഐ വിൽ പാസ് എക്സാം. സോറി, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എക്സാം. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എക്സാം. ആ സെൻറ്റൻസ് ഇവിടെ നോക്കി. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. ഒന്ന് എഴുതിക്കേ. ഇഫ് യു സ്റ്റഡീഡ് വെൽ, STUDIED, സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എക്സാം. ഇനി രണ്ട് സെൻറ്റൻസ് നോക്കി.
if you study well, you will pass exam. If you studied well, you would pass exam. ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ. If I dash be a bird, I dash fly ആണ് തന്നിട്ടുള്ളത് everywhere. പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതാം, അതിന് ആൻസർ എഴുതാം. ബി കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമായിരിക്കാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ബിയുടെ ഫോംസ് ആണ് ഈസ്, ആം, ആറ്, വോസ്, വേറെ എല്ലാം ബിയുടെ ഫോംസ് ആണ്. ഇവിടെ ബി ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇഫ് ക്ലോസിൽ വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആൻസർ ഇഫ് ഐ വേർ എ ബേർഡ്, WERE കാണുന്നില്ലെങ്കിൽ WERE. ഇഫ് ഐ വേർ എ ബേർഡ്, മെയിൻ ക്ലോസിൽ എന്ത് വേണം? വുഡ് വേണം. സോ വുഡ് ഫ്ലൈ എവ്രിവെയർ. നെക്സ്റ്റ് സെന്റൻസ്, ഇഫ് യു ഡാഷ് ടെൽ മീ ദ ട്രൂത്ത്, ഐ ഡാഷ് ഗിവ് യു സം കൺസ്ട്രക്റ്റീവ് അഡ്വൈസ്. ടെല്ലും ഗിവും ആണ് ബ്രാക്കറ്റിൽ. നമുക്കറിയാം ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വേണം. ടെല്ലിൻ്റെ പാസ്റ്റ് ടോൾഡ്. ഇഫ് യു ടോൾഡ് മീ ദ ട്രൂത്ത്, ഐ മെയിൻ ക്ലോസ് ആണ്. അവിടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റ് വേണം. ഗിവ് ആണ് തന്നിട്ടുള്ളത്. വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഗിവ്. ഇഫ് യു ടോൾഡ് മീ ദ ട്രൂത്ത്, ഐ would give you some constructive advice. Next sentence നോക്കാം. If there dash be a typhoon tomorrow, I dash be very happy. ബിയുടെ ഫോംസ് ഞാൻ പറഞ്ഞു. നമുക്കിവിടെ വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇഫ് ക്ലോസിൽ. ഇഫ് there, ബി ആണ് തന്നിട്ടുള്ളത്. was a typhoon tomorrow, WAS, വോസ്. ഇവിടെ എന്താ വോസ് വന്നത്? നേരത്തെ വേറെ വന്നത് ഐ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇഫ് ദർ വാസ് എ ടൈഫൂൺ ടുമോറോ, ഐ കുഡ് ബി വെരി ഹാപ്പി. അല്ലെങ്കിൽ വുഡ് ബി ആയാലും കുഴപ്പമില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നേരത്തെ എഴുതിയ രണ്ട് സെൻറ്റൻസുകൾ ഒന്നുകൂടി എടുത്തെഴുതുക, കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു സ്റ്റഡി വെൽ, യു will pass the exam. If you study well, you will pass exam. ഇനിയോ രണ്ടാമത്തെയോ? If you studied well, you would pass exam. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് 3. This is the only type of condition which deals with the past situations. The action mentioned did not really happen. ആദ്യത്തെ രണ്ടെണ്ണം പ്രസൻറ്റ് സിറ്റുവേഷൻസ് ആയിരുന്നു. ഓക്കെ, നടക്കാൻ സാധ്യതയും ഉള്ളതും ഇല്ലാത്തതുമായിരുന്നു. ഇവിടെ പാസ്റ്റ് സിറ്റുവേഷനാണ്, എന്നാൽ ഈ സംഭവം നടന്നിട്ടുമില്ല. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്ത് വരാം. We use the past perfect tense in the if clause. നേരത്തെ നമ്മൾ പ്രസൻറ്റും പാസ്റ്റും ഉപയോഗിച്ചത്, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ശ്രദ്ധിക്കണം, ഷുഡ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൺസ്ട്രക്ഷൻ ഇൻ ദ മെയിൻ ക്ലോസ്. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ എന്താ വേണ്ടേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. മെയിൻ ക്ലോസിലോ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമുക്കറിയാവുന്ന V3. സെൻറ്റൻസ് നോക്കാം. ഇത്തിരി ടഫായിട്ടുള്ള സെൻറ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സെൻറ്റൻസ് ആണ്. ഇഫ് ഐ ഹാഡ് ടൈം ലാസ്റ്റ് ഇയർ, ഐ വുഡ് ഹാവ് ജോയിൻഡ് ദ സ്റ്റുഡൻറ്റ് യൂണിയൻ. യൂണിയൻ്റെ താഴേക്കൊന്ന് വന്നു പോയി, പോട്ടെ, യൂണിയൻ എന്ന് വായിക്കണം. ഇഫ് ഐ ഹാഡ് ടൈം ലാസ്റ്റ് ഇയർ, ഐ വുഡ് ഹാവ് ജോയിൻഡ് ദ സ്റ്റുഡൻറ്റ് യൂണിയൻ. രണ്ട് ഹാഡ് എന്തിനാ സാറേ എന്നാണ് ചോദ്യം, അല്ലേ? ആദ്യത്തെ ഹാഡ് ഏതാണ്? നമ്മൾ പറഞ്ഞു ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണെന്ന് നമുക്കറിയാം. ആ ഹാഡാണ് ആദ്യത്തെ ഹാഡ്. രണ്ടാമത്തെ ഹാഡോ ഹാവിൻ്റെയും ഹാസിൻ്റെയൊക്കെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള ഹാഡ്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത് ഡീൽ ചെയ്യേണ്ട. നമുക്ക് മെയിൻ സെൻറ്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഹാഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. വുഡ് ഹാവ് ജോയിൻഡ് എന്നുള്ളത് വുഡ് ഹാവ് പ്ലസ്
പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസ് ആദ്യം എഴുതിയത് എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എക്സാം. രണ്ടാമത് എഴുതിയത് എന്താണ്? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എക്സാം. ഇനി ഇത് കേട്ടെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. നമുക്ക് എഴുതാം. നമ്പർ 1 എഴുതിക്കോ. ഒന്നാമത്തെ നമ്പർ 8 എഴുതുക. നമ്മൾ എഴുതിയതാണ്, പിന്നെയും അത് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ എഴുതിക്കോ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. രണ്ടാമത്തേത് ഇഫ് യു സ്റ്റഡീഡ് വെൽ, STUDIED, സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. മൂന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്, PASSED, പാസ്ഡ് ദ എക്സാം. ഒന്നാമത്തെ എന്തായിരുന്നു? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, PASS, പാസ് എക്സാം. രണ്ടാമത്തേത് ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്ഡ്, PASSED, പാസ്ഡ് ദ എക്സാം. മൂന്നാമത്തേത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു. ഒന്നുകൂടിയൊക്കെ വേണമെങ്കിൽ എന്നിട്ട് ഈ എക്സസൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഇഫ് ഇറ്റ് ഡാഷ് റെയിൻ യെസ്റ്റർഡേ ഐ ഡാഷ് സ്റ്റേ അറ്റ് ഹോം. എന്ത് എഴുതണം? ഇഫ് ക്ലോസിൽ വേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, റെയിൻ ആണ് തന്നിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് യെസ്റ്റർഡേ. മെയിൻ ക്ലോസിൽ വേണ്ടത് വുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വേണ്ടത്. സ്റ്റേ ആണ് തന്നിട്ടുള്ളത്. ആൻസർ ഷുഡ് ഓർ വുഡ് ഹാവ് സ്റ്റേഡ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കേ. ഇഫ് ദ പ്രിൻസിപ്പൽ ഡാഷ് allow us to supervise the tuck shop നമ്മൾ ഈ പെട്ടിക്കട എന്നൊക്കെ പറയില്ലേ, ടക്ക് ഷോപ്പ്, ഫുഡ് പോയ്സണിങ് ഡാഷ് occur ലാസ്റ്റ് ഫ്രൈഡേ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇത് പോസ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ നോക്കുക. അലവ് ആണ് ആദ്യത്തെ ബ്രാക്കറ്റിൽ. നമുക്ക് വേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഹാഡ് അലൗഡ് അസ് ടു സൂപ്പർവൈസ് ടക്ക് ഷോപ്പ്. ഫുഡ് പോയ്സണിങ് ഒക്കറാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വേണ്ടത്. വുഡ് നോട്ട് ഹാവ് ഒക്കേർഡ് ലാസ്റ്റ് ഫ്രൈഡേ ആണ് ആൻസർ. അതായത് പ്രിൻസിപ്പൾ ടക്ക് ഷോപ്പ് സൂപ്പർവൈസ് ചെയ്യാൻ നമുക്ക് അനുവദിച്ചിരുന്നെങ്കിൽ, അലോ ചെയ്തിരുന്നെങ്കിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് ദ ചെയർമാൻ ഡാഷ് ആസ്ക് me to help I dash join the fight for better hygienic condition. ആസ്കും ജോയിനും ആണ് ബ്രാക്കറ്റിൽ. ഇഫ് ക്ലോസിൽ വേണ്ടത് ഫസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആസ്ക് ആണ് തന്നിട്ടുള്ളത്. ഹാഡ് ആസ്ഡ് ആൻസർ me to help I dash ജോയിൻ ആണ് ബ്രാക്കറ്റിൽ. നമുക്കറിയാം വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വേണ്ടത്. വുഡ് ഹാവ് ജോയിൻഡ് ടു ഫൈറ്റ് ഫോർ ബെറ്റർ ഹൈജീനിക് കണ്ടീഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ 3 സെൻറ്റൻസുകൾ മാത്രം ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നുകൂടി പറയാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എക്സാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എക്സാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. 3 thorough ആയിട്ട് എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കുക, എന്താണ് ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഗ്രൂപ്പിൽ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് ഒരു വർക്ക്ഷീറ്റ് തരും നിങ്ങൾക്ക് സെൽഫ് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ഒന്നുകൂടി ഇത് മനസ്സിലായില്ലെങ്കിൽ ക്ലാസ് ഇപ്പോൾ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേൾക്കുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട്സൊക്കെ ഇനി വിളിക്കാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു. This is KK signing off. Bye-bye.